ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 31, 2024 നടന്ന LD ക്ലർക്ക് മെയിൻ എക്സാമിനേഷൻ്റെ തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകൾക്കായിട്ടുള്ള 2024 LDC പരീക്ഷയുടെ ആൻസർ കീ ആണ്. പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻസും ആൻസർ കീയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. അലീഷ ആൻഡ് വെൽക്കം ടു അലീസീസ് ബൈ അലീഷ. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആവർത്തനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കലാസാഹിത്യ മേഖലകളിൽ നോക്കുക, അല്ലെങ്കിൽ കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് കുറച്ച് ടഫായിട്ടുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ എക്സാമിന് കിട്ടിയത്? എക്സാം ഹാളിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അതല്ലാണ്ട് പുറത്തിരുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവും. എത്ര മാർക്കാണ് കിട്ടിയതെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ആൻസേഴ്സ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് എഴുതാനുള്ളതാണ്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്താവനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അത് തന്നെയാണ് നിയമലംഘനം എന്നുള്ളൊരു പേര് കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ഉപ്പു നിയമം ലംഘിച്ചു, ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി ആരാണ്? TR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായിട്ടാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഏതാണ്? ഗ്ലോറിയസ് റെവല്യൂഷൻ, അല്ലേ? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. വളരെ സിമ്പിളായിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ലക്ഷ്യമല്ലാത്തത് ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക ഒക്കെ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്നത് ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ലക്ഷ്യമല്ലാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയ ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാൻറ്റിലാണ്, അല്ലേ? മാൻറ്റിലാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പ്രത്യേകം എടുത്തെടുത്ത് PSC മുൻവർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കറുത്ത മണ്ണാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വിവരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശയാണിത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓക്കെ, ഇത് എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. മുന്നത്തെ കുറച്ച് ടഫായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണുന്നത്? ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയർ ആണ്, അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ വേൾഡ് ഹിസ്റ്ററി PYQ ഒക്കെ ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. അല്ലെങ്കിലും വളരെ ബേസിക് ആയിട്ട് ആ ഭാഗത്തു നിന്ന് ചോദിക്കാറുള്ള ചോദ്യങ്ങളിലൊന്നാണ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഓപ്ഷൻ എ, കർണാടക. ഓപ്ഷൻ എ, കർണാടകയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1951 ആണ്, അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1950 ആസൂത്രണം
ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 51 തൊട്ടാണ് ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം. അപ്പോൾ മുന്നേത്തെ LDC ലെവൽ എക്സാമിൽ കുറച്ച് ഇങ്ങനെ എക്കണോമിക്സ് ഒക്കെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കമ്പാരിറ്റീവ്ലി അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി 2015 അല്ലേ? ഓപ്ഷൻ ബി 2015 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. അടുത്തത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായിട്ട് SCERT പറയുന്ന ഫാക്ട്സ് തന്നെയാണ്. SCERT NCERT ഒക്കെ പറയുന്നുണ്ട്. ലക്ഷ്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം എല്ലാം ഉണ്ട് അല്ലേ? മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്. CSO ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? പുതിയ പദ്ധതിയുടെ പേര് ഡിജിറ്റൽ ഇന്ത്യ എന്ന് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിത വിപ്ലവം എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ഡോക്ടർ MS സ്വാമിനാഥൻ മരണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ റിപ്പീറ്റഡ്ലി ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ആൻസർ എന്തായാലും ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ധവള വിപ്ലവത്തിൻ്റെ പിതാവാണെങ്കിൽ ഏതായനെ? വർഗീസ് കുര്യനായ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുമൻ ബെറിയാണ്. ഓപ്ഷൻ ബി സുമൻ ബെറി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം അവിടെ CEO ചോദിക്കാറുണ്ട്. CEO BVR സുബ്രഹ്മണ്യമാണ്. ചെയർപേഴ്സൺ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. ഓക്കെ. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 42ാമത്തെ അമെൻമെൻറ്റ് എന്നുള്ളത് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഭേദഗതികളിൽപ്പെട്ട ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികളിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്തു എന്നുള്ളത് കറക്റ്റാണ്. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു എന്നുള്ളത് അവിടെ തെറ്റാണ്. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇവിടെ 1, 3 മാത്രം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇവിടെ ചോദ്യം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. രാജകുമാരി അമൃത് കൗറും അമ്മുക്കുട്ടി സ്വാമിനാഥനും രേണുക റായൊക്കെ അംഗമായിരുന്നു. അക്കാമ ചെറിയാൻ അംഗമല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഏത് ഭരണഘടനയുടെ സ്വാധീനത്താലാണ്? ഓപ്ഷൻ ബി കാനഡയാണ് അല്ലേ? ഓപ്ഷൻ ബി കാനഡ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ, ഏറ്റവും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതാണ് ചോദ്യം. തിരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കും ഉണ്ട്, രാജ്യസഭയിലെ മുഴുവൻ MPമാർക്കും എന്നുള്ളതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ ആണെങ്കിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 മാത്രം എന്നുള്ളതാണ്. അതായത് ലോക്സഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു, രാജ്യസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മുഴുവൻ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കും ഉണ്ട്, അതല്ലാത്ത MPമാർക്കും ഉണ്ട്, നോമിനേറ്റഡ് ആയിട്ടുള്ള MPമാർക്കും ഉണ്ട്. ആരുടെ കാര്യം വരുമ്പോൾ? വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ വരുമ്പോൾ. പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനിലാണെങ്കിൽ ആർക്കാണ്? തിരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കാണ് അല്ലേ? ഓക്കെ. അടുത്തത്, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നിട്ടുള്ളത് കൂടുതലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ 42ാമത്തെ അമെൻമെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു സംസ്ഥാന
അധികാര വിഭജനം, സ്റ്റേറ്റ് ലിസ്റ്റൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കടമെടുത്ത ആശയങ്ങളൊക്കെ റിപ്പീറ്റഡ് ചോദിക്കുന്ന ഭാഗമാണ്, സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പം നമ്മളിത് ചെറിയൊരു കണക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശൈലജ ടീച്ചറുടെ ഒരു ഫേസ് ഓർമ്മ വരണം എന്നുള്ള ചെറിയ കണക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷി കേരളം കാർഷികമൊക്കെ അതൊക്കെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് തന്നെയാണ്. വ്യാപാരം വാണിജ്യം അതിൽ വരുന്നതാണ്. വനം നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റ് പഠിക്കാൻ ഒരു കുഞ്ഞൊരു കണക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വനത്തിലേക്ക് പോയി എന്നുള്ള കാര്യമൊക്കെ ഒരു കുഞ്ഞു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേസ് ഇവിടെ ലിസ്റ്റിൽ പെടാത്ത വിഷയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വനം എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്ക് ആണ്? അപ്പോൾ ഇത് കറണ്ട് അഫെയറുമായിട്ട് റിലവൻ്റ് ആണ്. 2024 അമേരിക്കയിൽ എലക്ഷൻ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഓപ്ഷൻ സി, 4 വർഷം കൂടുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നത് കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ഓപ്ഷൻ ഡി, പോർച്ചുഗലാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള കാലക്രമം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പണ്ടാരപ്പെട്ട വിളംബരം, അതിനുശേഷം കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. അടുത്ത ചോദ്യം, 2007 മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ സെക്ഷനൊക്കെ അത്ര അധികം നോക്കി പോയിട്ടില്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വകുപ്പ് 2 ഇവിടെ പ്രതിപാദിക്കുന്നത് മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സോ തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരനെയാണ് എന്തെന്ന് പറയുന്നത്, മുതിർന്ന പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത് വകുപ്പ് 19 പറയുന്നത് വാർദ്ധക്യകാല ഗ്രഹങ്ങൾ സ്ഥാപിക്കലിനെ കുറിച്ചിട്ടാണ്. വകുപ്പ് 15 പറയുന്നത് അപ്പലൈറ്റ് ട്രൈബ്യൂണൽ രൂപീകരണത്തെക്കുറിച്ചാണ്. വകുപ്പ് 21 പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇവിടെ തെറ്റാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്, അവിടെ ശരിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ആക്റ്റിലാണ്, ഭാഗം 5 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്തത്, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഉന്നതി മിഷൻ പട്ടികവർഗ വിഭാഗങ്ങളുടെ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് ആൻസർ. ഇപ്പോൾ 2024 കേരള ബഡ്ജറ്റിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. മെലാറ്റോണിൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഇന്തോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വന്നിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസ്താവന അല്ലാത്തത്. സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജീവകം സി എന്ന് പറയുമ്പോൾ എസ്കോർബിക് ആസിഡ് ആണ് അല്ലേ. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതൊക്കെ കറക്റ്റാണ്. പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആപ്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. അടുത്തത്, വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. ഓക്കെ, കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഏത്? EEG ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത് എന്നുള്ളതാണ് ചോദ്യം. അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, 40ാമത്തെ ചോദ്യം, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഓപ്ഷൻ ബി, ആസ്ട്രാസെനക്ക. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, 41ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. പോളോ പോണിയാണ്. ഓക്കെ, പോളോ പോണി. നെക്സ്റ്റ് ചോദ്യം, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഏത്? സ്ഥിതികോർജം അല്ലേ. സ്ഥിതികോർജം, സ്ഥാനം കൊണ്ട് സ്ഥിതികോർജം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ആരത്തിൻ്റെ പകുതി ആയിരിക്കും അല്ലേ 40 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി 20 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ ബി, പാസ്കൽ നിയമം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ചന്ദ്രയാൻ 3 വീണ്ടും ആവർത്തിക്കുന്നു. ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏതാണ്? വിക്രമും പ്രഗ്യാനും ഉണ്ട്. ഒന്ന് ലാൻഡറും ഒന്ന് റോവറും ആണ് അല്ലേ. വിക്രമാണ് ലാൻഡർ, റോവർ ഏതാണ്? പ്രഗ്യാനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങളാണ് കോപ്പർ, ടിൻ, സിങ്ക്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH അതൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങളുടെ pH ഒക്കെ SCERT വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PYQ സീരീസ് നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഇനി വരുന്ന ഘട്ടങ്ങളിൽ ഉപകാരപ്പെടും, കണ്ടു നോക്കുക. ഒരു സബ്ജക്റ്റ് പോലും വിടാണ്ട് എല്ലാ സബ്ജക്റ്റും കണ്ടു നോക്കാനായിട്ട്. ഒരുപാട് എക്സ്പ്ലനേഷനിലോട്ട് നമ്മൾ പോകാത്തത് ഇതിൽ കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് സോഴ്സ് അടക്കം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ PYQ സീരീസ് നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാ സബ്ജക്റ്റും, ഒരു സബ്ജക്റ്റ് അങ്ങനെ ഒഴിവാക്കരുത്. എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായതുകൊണ്ടാണ് പറയുന്നത്. ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH ആണ് ഇത്? ഓപ്ഷൻ എ 5 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. SCERT വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഫാക്റ്റാണ്. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമാണ് ഓപ്ഷൻ എ ടേബിൾ സോൾട്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് 2023 കണ്ടെത്തിയത്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാനപ്പെട്ട മൂലകം എന്നുള്ളതാണ് 51ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ലിഥിയമാണ് അല്ലേ. ലിഥിയമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് ചേരുംപടി ചേർക്കുക. ഒരുപാട് ട്രോളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. കുറച്ച് ടഫായിട്ടുള്ള, കുറച്ചധികം ടഫായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ വരികൾ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയ ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ 52ാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി തോരണ യുദ്ധം എന്നുള്ളതാണ്. അപ്പോൾ ഉൾപ്പെടുന്നതാണ് ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം തുടങ്ങിയ കൃതികളൊക്കെ. അടുത്ത ചോദ്യം മലയാളം ഭാഗത്തു നിന്ന്, ഈ സാഹിത്യ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ചേരുംപടി ചേർക്കുക. 54-ാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഇറാനിയമോസ്, കരിക്കോട്ടക്കരി, പീലിപ്പോസ്, അടി, ഉണ്ണിച്ചെക്കൻ, അടിയാളപ്രേതം, വാവച്ചൻ മീശ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് 55-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി എന്നുള്ളതാണ് ബന്ധപ്പെടാത്തത്. ഓക്കെ. അടുത്ത ചോദ്യം, ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 56-ാമത്തെ ചോദ്യം, ഇവിടെ എല്ലാം തെറ്റ് എന്നുള്ളതാണ്. മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ധ്യാൻചന്ദ് ഹോക്കി മാന്ത്രികൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇവിടെ തെറ്റാണ്. ഗുസ്തി താരമല്ല, അദ്ദേഹം ഹോക്കി ആണ്. ധ്യാൻചന്ദിൻ്റെ പേരിൽ നൽകുന്ന പുരസ്കാരം. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം. കെ എം ബീനാമൂൾ, അഞ്ജു ബോബി ജോർജ്, പി ആർ ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. എല്ലാം ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഇത് ജീവാനന്ദം പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. നമ്മൾ സ്കീംസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അടുത്ത ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓപ്ഷൻ ബി മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം ഏതെല്ലാം? 61-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ് എല്ലാം ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ്. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ബ്ലൂറേ ഡിസ്ക് ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് 63-ാമത്തെ ചോദ്യം. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നുള്ളത് എന്താണ്? തെറ്റാണ്. മെയിനായിട്ട് വൈറസ് വ്യാപനം നടക്കുന്നൊരു രീതിയും കൂടിയാണ് ഈ ഇമെയിൽ അല്ലേ? അടുത്തത്, പോക്സോ നിയമം നിലവിൽ വന്നത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. 2012 വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡികൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 65-ാമത്തെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസം നേടാനാകും? 66-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എല്ലാമാണ്. സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? 6 അംഗങ്ങളാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻവിധി കാണിക്കുക, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കേണ്ടത്. മാത്സിലെ ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. 71-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0 എന്നുള്ളതാണ്. 72-ാമത്തെ ചോദ്യം ഓപ്ഷൻ
ബി 137 കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 73 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 9. 74 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 125% ആണ്. 75 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 76 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 77 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 78 ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 79 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 80 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ഇവ ഒന്നും അല്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹുറേ ഹി വൺ ദ മാച്ച്, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ എന്താണ് 81 ചോദ്യത്തിൻ്റെ ആൻസർ? ഇൻ്റർജെക്ഷൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ദ സിംഗുലർ ഫോം ഓഫ് ദി വേർഡ് ജീൻസ് ഇസ്. ജീൻസിൻ്റെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? ഓപ്ഷൻ ബി ജീൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ 2 കാലുള്ളത് കൊണ്ട് അങ്ങനെയുള്ളത് ജീൻസ്, ട്രൗസേഴ്സ്, അതിൻ്റെയൊക്കെ സിംഗുലറും പ്ലൂരൽ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അടുത്തത്, യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. യൂസ് ദ കമ്പാരറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ബെറ്റർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ദ ടെസ്റ്റ് വാസ് ഡാഷ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. The test was dash. Use the appropriate phrasal verb. The test was what? Put off. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. The files fell dash the shelf. Use the correct preposition. 85 ചോദ്യത്തിൻ്റെ ആൻസർ the files fell off the shelf എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. The idiom once in a blue moon. Once in a blue moon എന്ന് പറയുമ്പോൾ അപൂർവമായിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. റയർലി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ആൻറ്റോണിം ഓഫ് ദി വേർഡ് റെഗുലർ. റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇറെഗുലർ ആണ്. ഇറെഗുലർ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വി ഡു അവർ വർക്ക്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. 88 ചോദ്യത്തിൻ്റെ ആൻസർ ഡോൺ വി എന്നുള്ളതാണ് അല്ലേ. ഡോൺ വി ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ ടാഗ് വരുമ്പോൾ നെഗറ്റീവ് ആവും. ഡോൺ വി ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. എക്സ്പാൻഷൻ ഓഫ് ഇ ടി സി. ഇ ടി സി നമുക്ക് എക്സിട്ര എന്നുള്ളത് അറിയാം. എക്സിട്രയുടെ കറക്റ്റ് ഏതാണ് സ്പെല്ലിംഗ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദർ ഇസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ. ക്യൂ ആണ് അല്ലേ. ക്യൂ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ക്യൂവിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? QUE എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി മലയാളം ചോദ്യങ്ങൾ നോക്കാം. ശരിയായ പദം അക്ഷൗഹിണി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള പദമായിട്ട് വന്നിരിക്കുന്നത്. നാഴികയുടെ 60 പങ്ക്. നാഴികയുടെ 60 പങ്കിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? വിനാഴിക. വിനാഴികയാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. പിരിച്ചെഴുതുക. പരമോച്ച നില. പരമോച്ച നിലയെ പിരിച്ചെഴുതുമ്പോൾ എന്താണ് വരുന്നത്? പരമ ഉച്ച നില. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം. പ്രമാദത്തിൻ്റെ ശരിയായ പര്യായ കൂട്ടം എന്ന് പറയുന്നത് വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. വിപരീത പദം ഏത്? ആധ്യാത്മം. ആധ്യാത്മത്തിൻ്റെ വിപരീതം എന്താണ്? ഭൗതികമാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത്. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് എന്താണ്? ബി ആണ് അല്ലേ. സത്യസന്ധമായിട്ട് പെരുമാറുക. കളത്തിലൊന്നുമില്ല, സത്യസന്ധമായിട്ട് പെരുമാറുക. ചേർത്തെഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു അരജൻ. ചേർത്തെഴുതുമ്പോൾ എന്തായിട്ട് വരും? ഓപ്ഷൻ ഡി ആണ് അല്ലേ. മലർക്കളം എഴുതിക്കാത്തോരരജൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരിയുടെ സ്ത്രീലിംഗം എന്താണ്? വൈരിയുടെ സ്ത്രീലിംഗം വൈരിണി. വൈരിണി. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദി ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ ഏത്? ഏതാണ്? എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്? അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാര പരവശനാക്കി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Thank you so much for watching. Have a good day.